ഒരു കൂട്ടം സംഗീത വിദ്യാർത്ഥികൾ അവരുടെ കോളേജ് ഹോസ്റ്റലിൽ ഇരുന്ന് പാടിയ പാട്ട് ലോകത്തെമ്പാടുമുള്ള ആളുകൾ കേൾക്കുകയും ഒരുപാട് അവരെ ആരാധിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തെമ്പാടുമുള്ള വേദികളിൽ അവരെത്തുകയാണ്. അവരൊരു ആൽമരം കണക്കെ പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. ടീം ആൽമരമാണ് ഈ ഓണദിനത്തിൽ നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത്. സ്വാഗതം. ഈ പറഞ്ഞതുപോലെ ആദ്യം കേൾക്കുന്നത് നിങ്ങളുടെ ഒരു അത് ശ്രീജേഷ് ഈ ടീമിനൊപ്പം ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ഞങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു, ഇപ്പം റീസെന്റ് ജോയിൻ ചെയ്ത. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആ പാട്ട് അന്ന് കേട്ടപ്പോൾ തന്നെ ഒരുപക്ഷെ എന്നെ പോലെയുള്ള സംഗീതത്തോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അവരൊക്കെ വലിയ നിലയിലെത്തിട്ട് അവരുടെ പാട്ടുകൾ നമുക്ക് നേരിട്ട് കേൾക്കാൻ കഴിയട്ടെ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ യാത്രയെ നിങ്ങൾ ഓർക്കുന്നത്? ഞങ്ങള് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ പറഞ്ഞ പോലെ ആൽമരം എന്ന് പറഞ്ഞ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ രീതിയിലും ആയിരുന്നില്ല, അങ്ങനെ ഒരുമിച്ച് പാടുന്ന സ്റ്റൈലായിരുന്നില്ല. അന്ന് ശ്രീജിഷൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു, ശ്രീജിഷ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരുമിച്ച് ടിക്ടോക്കിലൊക്കെ ഒരുമിച്ച് പാടി. ഞങ്ങളും അന്നും വിചാരിക്കാതെ അത് ക്ലിക്കായി. പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് അന്ന് നിങ്ങൾക്കിത് ബാൻഡ് ആയിട്ട് സ്റ്റേജിൽ ട്രൈ ചെയ്തൂടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വിചാരിക്കാതെയാണ് ഈ പറഞ്ഞ ലെവലിലേക്ക് ഞങ്ങളും കയ്യിന്ന് പോയതാണ് സംഭവം. ശരിക്കും ആദ്യം ടിക്ടോക്കിലാണോ ഞങ്ങള് വൈറലാവുന്നത്? അതെ, ടിക്ടോക്കിലാണ്. ടിക്ടോക്കിൽ ഞങ്ങൾ ഒരു ജസ്റ്റ് ഒരു കോമഡി പോലെ ഒരു വീഡിയോ ചെയ്തു. ഞങ്ങൾ ആദ്യം ഇട്ട വീഡിയോ ഒന്നും അങ്ങനെ ക്ലിക്ക് ആയിട്ടില്ല. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ വേറെ ഡബ് ചെയ്തിട്ട് ചെയ്തു. പക്ഷെ അതൊന്നുമല്ല, ഞങ്ങൾ പിന്നെ പാട്ട് വന്നപ്പോൾ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ എന്തായാലും മ്യൂസിക് കോളേജാണ്, എല്ലാവരും പാട്ട് പാടും. പിന്നെ ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഓരോ പാട്ടുകൾ ഇടാൻ. ആദ്യം ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത ആദ്യത്തെ ഒരു പാട്ട് അതേതായിരുന്നു? ആദ്യത്തെ ഒരു പൂമരം പൂത്തുലഞ്ഞ് എന്ന് പറഞ്ഞ ഒരു നാടൻ പാട്ട് പോലത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു വല്ലം പൊന്നും പൂവും, അതൊക്കെ നല്ല രീതിയിൽ ക്ലിക്കായി. അതാണ് കേട്ടത്. അതെ അതെ. പിന്നെ എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ടൊക്കെ ഒരുപാട് പേര് സ്റ്റാറ്റസുകളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അത് അവരുടെ കോളേജ് ഓർമ്മകളൊക്കെ അവർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു പാട്ടുകളൊക്കെ ആയതുകൊണ്ടാവാം. നമ്മളിപ്പോ ഒരു ഓണ ദിവസത്തിലാണ് സംസാരിക്കുന്നത്. നമുക്കൊരു ഓണപ്പാട്ട് പാടിയിട്ട് തന്നെ ആദ്യം തുടങ്ങാൻ തോന്നുന്നു അല്ലെ? തീർച്ചയായും. ഓക്കെ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറും ഒരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. അടിപൊളി. ഭയങ്കരമായിട്ട് നമ്മുടെ ആ തിരുവോണത്തിൽ എത്തിച്ചു നമ്മളെ ഈ പാട്ട്. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, ഈ ഒരുമിച്ച് പാടുമ്പോൾ അതിന്റെ സാധ്യത സത്യത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക അൺഫോർച്ചുനേറ്റ്ലി ആണെങ്കിൽ നിങ്ങളാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഒരുപാട് ആളുകൾ അതിനെ അനുകരിച്ച് രംഗത്ത് വരുന്നുണ്ട്. അത് നല്ല സക്സസ്ഫുൾ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേരള സർക്കാരിന്റെ ഒരു പ്രോഗ്രാമിന് ഒരു ടീം പാടുന്നത് കേട്ടു, വളരെ ഗംഭീരമായിട്ട്. എങ്ങനെയുണ്ട് ശ്രീജേഷ് ഇപ്പോഴത്തെ ഒരു യാത്ര, ഈ ടീമിനൊപ്പമുള്ള ഒരു യാത്ര എങ്ങനെയുണ്ട്? ടീമിനൊപ്പമുള്ള യാത്ര ഭയങ്കര രസമാണ്. കാര്യം ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ പുതിയ പുതിയ ആർട്ടിസ്റ്റുകളായിരിക്കും. അപ്പം ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും നമുക്കറിയാം, നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, നമ്മളെല്ലാവരും എപ്പോഴും ഭയങ്കര ജോളി ആയിരിക്കും. ആ ഒരു രസം ഭയങ്കര രസമാണ് ഒരുമിച്ച്. നിങ്ങൾ നാട്ടിലുണ്ടോ ഓണക്കാലത്തൊക്കെ, അതോ വേറെ എവിടെയെങ്കിലും ആണോ പ്രോഗ്രാം ആണോ? എങ്ങനെയാണ് ഓണ ദിവസം? എന്താണ് ഓണക്കാലത്ത് പ്രോഗ്രാമുകളുണ്ട്, നമ്മളെ ഓണാഘോഷങ്ങളുണ്ട്, എല്ലാം കൂടിയിട്ട് അങ്ങനെ പോണു. നമുക്ക് അടുത്ത പാട്ടിലേക്കും കൂടെ പോവാം. പിന്നെ തുമ്പപ്പൂക്ക തൂണാണേ കാക്ക പൊന്നു പൊൻവാതിൽ വെള്ളിത്തിങ്കളാണല്ലോ ചില്ലിൻ ജാലകം രാവിൽ പൂത്ത നക്ഷത്രം മേലെ മേഞ്ഞ മേലാപ്പായ് ചായം പൂശി എന്നെന്നും സന്ധ്യാ കുങ്കുമം പനിനീർ നിറയും പൈമ്പാൽ കുളവും ആമ്പൽ തളിരും അഴകായി മിന്നി തെന്നി മിനുങ്ങി നടക്കും മിന്നാമിന്നികളെ കൊട്ടാരർക്ക് കരുത്തു കുരുന്ന് വിളക്കു കൊളുത്താൻ വാ മാരിവില്ലിൻ ഗോപുരങ്ങൾ
വെണ്ണിലാവാ വച്ചകങ്ങൾ മോടിക്കൂട്ടാൻ വേടസൂര്യൻ കാവലായി നീലരാത്രി കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിനകത്തി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ കുന്നിനു മീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൂട്ടിന് വന്നി കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. എന്തൊരു സുഖമാണ് കേൾക്കാൻ. ഈ സെക്കൻഡ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഒരു പാട്ട് നമ്മൾ പാടണം തീരുമാനിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ് ആദ്യഘട്ടത്തില്? ആദ്യഘട്ടത്തിൽ പറയുന്നത് ഞങ്ങളെല്ലാവരും കൊച്ചിയിൽ ഒരുമിച്ചാണ്, ഒരു വീട്ടിലാണ് നിൽക്കണേ. അപ്പം അവിടെ നമ്മൾ റിഹേഴ്സൽസ് വെക്കും, ഓരോ പാട്ട് എടുത്തിട്ട് ഇപ്പൊ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പേരില്ലേ, 12 തലകളാണ്, അപ്പൊ 12 ഐഡിയാസ് ആണ്. അപ്പം അതിൽ ഓരോരുത്തരും ഇൻപുട്ടുകൾ ഉണ്ടാവും. ഈ ഒരു പാട്ടിനെ എങ്ങനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാം, ഭംഗിയാക്കാന്നുള്ളത് ഓരോരുത്തരുടെ ഐഡിയാസ് ഉണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്തിട്ട് വരും. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഹാർമണി എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും അപ്ലിക്കബിൾ അല്ല. അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവും. അപ്പം ഒന്ന് ഓരോന്ന് നോക്കി എങ്ങനെയാ ചെയ്യാറ്. വെഞ്ചില കൊണ്ടു മെനഞ്ഞത് പോലൊരു സുന്ദരി നിൻമണി മാറത്ത് കണ്ണുകൾ എന്തിനുടക്കി വലിക്കണ ചൂണ്ടകളായി നിൻ ചാരത്ത് ഓരമായും നേരം പങ്കായം മെല്ലെ വീശി നീ നിന്റെ തോണിയിലേ ഓരാമോ നല്ലൊരു നാളിൽ കോമൽ പൂത്താലിയുമായി അന്നെന്റെ പൊന്നരൻ നീ മന്തി മയങ്ങി വെളുപ്പാടുന്ന സമയത്ത് കൺമണി നീ എൻ മലയിൽ പൊന്മുത്ത് ചാന്ത് കൊടുങ്ങൊരു സൂര്യൻ മാനത്ത് ഒട്ടു തുടങ്ങൊരു നാടൻ തീരത്ത്. ഇപ്പൊ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലമാണ്. ജോബിനെ പോലുള്ള ഗായകരൊക്കെ ഒരു കവേഴ്സ് ഒക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ അങ്ങനെയുള്ള സാധ്യതകൾ തേടുന്നുണ്ട്. ആൽബരം അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. നമ്മളിപ്പോ ഓൾറെഡി നമ്മളെ 1-2 വർക്ക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വർക്ക് ഉണ്ട്. ഒരു 10ഓളം വർക്കുകൾ നമ്മൾ ഓൾറെഡി പെൻഡിങ് ആയിട്ടുണ്ട് റിലീസ് ചെയ്യാനുള്ളത്. ഇപ്പം നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായത് 12 റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആൽമരത്തിൻ്റെ സ്വന്തം ഒറിജിനൽ സോങ് ആണ്. അത് ഇപ്പം എല്ലാ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. ഈ 12 റോഡ്സ് എന്ന് പറഞ്ഞ ടൈറ്റിൽ അത് നമ്മളെ തന്നെ ഒരു ആൽമരത്തിൽ നമ്മൾ 12 പേരാണ്. അപ്പൊ നമ്മള് 12 പേരുടെയും ഒരു സ്റ്റോറി പോലെ നമ്മൾ ആൽമരത്തിന്റെ ഒരു സ്റ്റോറി തന്നെയാണ് പാട്ട്. നിങ്ങളിപ്പോ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ലൈവ് പെർഫോമൻസിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? നമ്മളോട് സാധാരണ എപ്പോഴും ഞങ്ങളുടെ വൈറലായിട്ടുള്ള പാട്ടുകൾ തന്നെയാണ് പാടാൻ പറയാറുള്ളത്. പക്ഷെ ഈ പറഞ്ഞ 1-2 സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ പാട്ട് ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ മാറ്റാറുണ്ട്. പക്ഷെ അതും എല്ലാവരും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ സോങ്ങുകളും അവരിലേക്ക് എത്തിക്കുക. എപ്പോഴും ഒന്ന് തന്നെ നിൽക്കുന്നതിനെക്കാട്ടും നമ്മൾ മാറി ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ആൽമരത്തിന് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രോഗ്രാമിലും പണ്ടത്തെ പ്രോഗ്രാം തമ്മിൽ. ഇപ്പൊ ഒരു വേദിയിൽ ഒരു പുതിയ പാട്ട് ട്രൈ ചെയ്യണമെന്നേ, ഇപ്പൊ ഒരു ഫാസ്റ്റ് നമ്പർ ട്രൈ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാല് എങ്ങനെയായിരിക്കും അതിനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക? അത് പോസിബിൾ ആണോ ആക്ച്വലി ഇതിന്? അത് പോസിബിൾ ആണ്. നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ, ഈ പറഞ്ഞല്ലോ എറണാകുളത്ത് നമ്മളെല്ലാരും നമുക്കൊരു വീടുണ്ട് അവിടെ എല്ലാരും കൂടി ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഓരോരുത്തരും അതിന്റെ സെക്കൻഡ്സ് പറയും, ഒരാൾ അതിന്റെ കോഡ് പറയും, വേറെ ഒരാൾ ഇപ്പൊ ഞാനും അവനും കൂടിയുടെ റിതം സെക്ഷൻ ഞങ്ങൾ നോക്കണം, അവൻ ഡ്രമ്മർ ഞാൻ പെർക്കഷനെ നോക്കണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് കൊണ്ടുവരാറ് ഓരോ പാട്ടും. ഏത് പാട്ടും ആയാലും നമ്മൾ അങ്ങനെ ഇരുന്ന് നോക്കി അതിന്റെ ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ അത് സ്റ്റേജിലേക്ക് കയറ്റാറുള്ളൂ. അപ്പം എല്ലാവരും ഇതന്നെയാണോ ബൈ പ്രൊഫഷൻ? എല്ലാവരും ഇതന്നെയാണ് ചെയ്യുന്നത്? വേറെ എന്തെങ്കിലും? അങ്ങേര് മാത്രം മാഷാണ് ഒരു സ്കൂളിലെ ആളുടെ നാട്ടിലെ. പനിനീർ പുഴയും നീയും പാടിയ പല്ലവിയൊന്നല്ലേ പകൽ മായുമ്പോൾ പറയാനുള്ളത് പാലി മറന്നില്ലേ ഈ സ്നേഹ സിന്ദൂര മന്ദഹാസത്തിലേതു ജന്മസുഹൃതം ഒരു പൂവി
വിരിഞ്ഞ സുഖമോർമ്മ കൊണ്ട് പൊരിയുന്നതേതു നിമിഷം ഉടവയ്ക്കായി ഇന്നു വന്നില്ലേ ഉലകങ്ങൾ നെയ്തു തന്നില്ലേ വിര തൊട്ടോ തമ്മിലറിയാതെ തടിട്ടു മുല്ലകൾ ഒമ്മട്ടുടുകി 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 ഒരു ധനമായ കളഞ്ഞിട്ട് കൈ തൊട്ടുകാതിൽ മഴ പൊഴിഞ്ഞിട്ട് പൈ മുറ്റം പവിഴം കൊണ്ടലച്ചിട്ട് വൈ ഒരു ധനമായ കളഞ്ഞിട്ട് കൈ തൊട്ടുകാതിൽ മഴ പൊഴിഞ്ഞിട്ട് പൈ മുറ്റം പവിഴം കൊണ്ടലച്ചിട്ട് വൈ മുളനാഴിക്കൂട്ടിലെ കിളിയവിടെ മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പവിടെ കരിഞ്ഞണ്ടിനുണ്ടായ ബാലവിടെ വരരുണ്ട് നല്ല കാലം പമ്പട്ട് കുടുകി പമ്പട്ട് കുടുകി പമ്പട്ട് കുടുകി പമ്പട്ട് കുടുകി. സത്യം പറഞ്ഞാലേ എത്ര കേട്ട് മതിയാവുന്നില്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് പിന്നെയും പാടിപ്പിക്കാനാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് പ്രോഗ്രാം ഉണ്ട്, നല്ല തിരക്കാണ്. അപ്പം ഓണവിശേഷങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തൊക്കെയാണ് ഓണമായിട്ടുള്ളൊരു വൈബ്? എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് പോകുന്നുണ്ടോ, അതോ നിങ്ങളുടെ കൊച്ചി തന്നെയാണോ കൂടുന്നത്? നമ്മളെ കൊച്ചിയിലൊരു വലിയ ആഘോഷം ഉണ്ടാവും, നമ്മളെ ഓണാഘോഷം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടില് ഓണാഘോഷങ്ങളുണ്ട്. അതൊക്കെയാണ്. എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി പോവാം നമുക്ക്. തീർച്ചയായിട്ടും. എൻ്റെ പേര് സാറങ്ക്, ഞാൻ ബാൻഡിലെ വോക്കലിസ്റ്റ് ആണ്. ആൽമരം സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്. എൻ്റെ പേര് ലിജൂസ് കറിയ, ഞാൻ മലപ്പുറം, ഞാൻ ബാൻഡിലെ ഡ്രമ്മറാണ്. അങ്ങനെ തന്നെ. എൻ്റെ പേര് പ്രണവ്, ഞാൻ സിംഗറാണ്. വീട് എടപ്പാളാണ്. ഹായ്, ഞാൻ ശ്രീജിഷ്, ഞാൻ സിംഗറാണ് ബാൻഡിലെ. പ്രൊഫഷൻ ഇത് തന്നെയാണ്, ഫുൾ ടൈം മ്യൂസീഷ്യനാണ്. എൻ്റെ പേര് ശ്രീഹരി, ഞാൻ വോക്കലിസ്റ്റ് ആണ്. മലപ്പുറം സ്ഥലം. ഞാൻ പ്രത്യൂഷ്, ബാൻഡിലെ വോക്കലിസ്റ്റ് ആണ്. ഞാൻ ചെറുതായിട്ട് ഫ്ലൂട്ടും കൈകാര്യം ചെയ്യാറുണ്ട്. ബാൻഡ് അല്ലാതെ സ്കൂളിൽ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ തലശ്ശേരി ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് 2 വർഷമായിട്ട്, 2ാമത്തെ വർഷമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാൻഡ് അധ്യാപനത്തിന്റെ ഇടയ്ക്ക് ഇപ്പം പ്രോഗ്രാംസിനൊക്കെ പോകാൻ റെഗുലർ ആയിട്ട് പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, ചില പ്രോഗ്രാമുകൾ മിസ്സാവാറുണ്ട്. അത് നമുക്ക് രണ്ടും ആണല്ലോ. അപ്പൊ ഇനി കലോത്സവമൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ തിരക്കുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ മാക്സിമം പോകാൻ പറ്റാറുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് എല്ലാവരും. എൻ്റെ പേര് അജയ്, ഞാൻ ഇവിടെ കോഴിക്കോട് തന്നെയാണ്, ബാൻഡിലെ വോക്കലിസ്റ്റ് ആണ്. ഹായ്, എൻ്റെ പേര് ശങ്കർ, ഞാൻ ബാൻഡിലെ പെർക്കഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വീട് തൃശ്ശൂർ. എൻ്റെ പേര് രോഹിൻ, ഞാൻ ബാൻഡിലെ ഗിറ്റാറിസ്റ്റാണ്, മലപ്പുറത്തു നിന്നായിരുന്നു. നീലമേഘത്തോപ്പിൽ അഞ്ചിത്തഞ്ചും കാറ്റ് കേൾക്കുന്നില്ലേ രാവിൻ സംഗീതം. മാറിവേനൽ തുഞ്ചിൽ തുള്ളിപ്പോകും കാറ്റ് കാണുകല്ലേ മായപ്പൂക്കാലം. നോവിലിരിക്കാതെ ഓർമ്മ വിളിക്കാതെ പേടിക്കുരുക്കാതെ ഈ വാനം നേരെ പാറിപ്പോകാനോ. പറന്നേ ചെറുചിറകുകളടിച്ചുയരേ ജീവിതത്തെ ചുംബിച്ചിടാലോ. പറന്നേ പരമതിലുകളടിച്ചുടച്ചേ സാഗരങ്ങൾ നീന്തിക്കേറാലോ. പറന്നേ ചെറുചിറകുകളടിച്ചുയരേ ജീവിതത്തെ ചുംബിച്ചിടാലോ. പറന്നേ പലമതിലുകളടിച്ചുടച്ചേ സാഗരങ്ങൾ നീന്തിക്കേറാലോ. അപ്പൊ ഇത്രയും സമയം ഈ ഓണ ദിനത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിച്ച് ഒരുപാട് പാട്ടുകൾ പാടിയ ഒരു ഓണപ്പൂക്കളം, പാട്ടുപൂക്കളം തന്നെ ഒരുക്കി തന്ന ടീം ആൽമരത്തിന് ഒരുപാട് നന്ദി. ഒരുപക്ഷെ പ്രേക്ഷകരും അത് ആസ്വദിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ വീണ്ടും കാണാം നമുക്ക്. താങ്ക് യു.